നൈൽ നദി ഇന്ന് ചുവന്നൊഴുകുകയാണ്. ലോകം കണ്ട ഏറ്റവും വലിയ മാനുഷിക ദുരന്തങ്ങളിലൊന്ന് നമ്മുടെ തൊട്ടടുത്ത് സുഡാനിൽ നിശ്ശബ്ദമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. പതിനായിരങ്ങൾ കൊല്ലപ്പെട്ടു. ലക്ഷക്കണക്കിന് കുട്ടികൾ പട്ടിണി കിടന്നു മരിക്കുന്നു. കോടിക്കണക്കിന് മനുഷ്യർ സ്വന്തം മണ്ണിൽ അഭയാർത്ഥികളായി അലയുന്നു. ഒരു രാജ്യം അതിന്റെ ഭൂപടത്തിൽ നിന്ന് തന്നെ മാഞ്ഞുപോകുന്നത്ര ഭീകരമായ അവസ്ഥ. എന്തിനാണവർ പരസ്പരം കൊല്ലുന്നത്? ഈ നരകതുല്യമായ അവസ്ഥയിലേക്ക് സുഡാൻ എങ്ങനെ എത്തിച്ചേർന്നു? അധികാരത്തിന്റെ പോരാട്ടം എങ്ങനെ തുടങ്ങുന്നു? 2023 ഏപ്രിൽ 15 രാവിലെ സുഡാന്റെ തലസ്ഥാനമായ ഖാർത്തൂമിലെ ജനങ്ങൾ ഉണർന്നത് പക്ഷികളുടെ ശബ്ദം കേട്ടല്ല, മറിച്ച് മിസൈലുകളുടെയും മെഷീൻ ഗണ്ണുകളുടെയും മുഴക്കം കേട്ടാണ്. ആ ദിവസം ആരംഭിച്ച ആഭ്യന്തര യുദ്ധം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അധികാര തർക്കത്തിന്റെ പരിസമാപ്തിയായിരുന്നു. ഒന്ന്, സുഡാൻ ഔദ്യോഗിക സൈന്യം, സുഡാൻ ആംഡ് ഫോഴ്സസ് അഥവാ SAFന്റെ തലവൻ ജനറൽ അബ്ദുൽ ഫത്താ അൽ ബർഹാൻ. രണ്ട്, അർദ്ധസൈനിക വിഭാഗമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിന്റെ തലവൻ ജനറൽ മുഹമ്മദ് ഹംദാൻ ഡാഗ്ലോ. ഇദ്ദേഹം ഹെമഡ്ദി എന്നാണ് അറിയപ്പെടുന്നത്. ഒരു കാലത്ത് ഇവർ രണ്ടുപേരും ഒരേ പക്ഷത്തായിരുന്നു. 2019 ദീർഘകാലം സുഡാൻ ഭരിച്ചിരുന്ന ഏകാധിപതി ഒമർ അൽ ബഷീറിനെ ജനകീയ പ്രക്ഷോഭത്തിലൂടെ പുറത്താക്കാൻ ഇവർ കൈകോർത്തു. എന്നാൽ അധികാരം ജനങ്ങൾക്കും ജനാധിപത്യ സർക്കാരിനും കൈമാറുന്നതിനു പകരം ഇവർ ഒരുമിച്ചുനിന്ന് പട്ടാള അട്ടിമറി നടത്തി. എന്നാൽ ആ സൗഹൃദത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിനെ ഔദ്യോഗിക സൈന്യത്തിൽ ലയിപ്പിക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കം ഒരു തുറന്ന യുദ്ധമായി മാറി. 10 വർഷത്തിനുള്ളിൽ ലയിപ്പിക്കണമെന്ന് സൈന്യവും അത് 2 വർഷത്തിനുള്ളിൽ വേണമെന്ന് RSFും വാദിച്ചു. ഈ തർക്കം വെടിയുണ്ടകളായി ഖാർത്തൂമിലെ തെരുവുകളിൽ പതിക്കാൻ തുടങ്ങി. സാഹചര്യങ്ങൾ വിപ്ലവത്തിൽ നിന്ന് നാശത്തിലേക്ക്. സുഡാൻ ഒരിക്കലും ഒരു സുസ്ഥിര രാജ്യമായിരുന്നില്ല. ദശാബ്ദങ്ങളോളം നീണ്ടുനിന്ന ആഭ്യന്തര യുദ്ധങ്ങൾക്കൊടുവിലാണ് ദക്ഷിണ സുഡാൻ എന്ന രാജ്യം വേർപിരിഞ്ഞത്. 2019 വിപ്ലവം സുഡാനിലെ യുവാക്കൾക്ക് വലിയ പ്രതീക്ഷകൾ നൽകിയിരുന്നു. അവർ സ്വാതന്ത്ര്യത്തിനും സമാധാനത്തിനും വേണ്ടി തെരുവിലിറങ്ങി. എന്നാൽ സൈനിക മേധാവികളുടെ അത്യാഗ്രഹം ആ പ്രതീക്ഷകളെയെല്ലാം തല്ലിക്കെടുത്തി. ഇന്ന് ഖാർത്തൂം എന്ന സുന്ദരമായ നഗരം ഒരു പ്രേത നഗരമായി മാറിയിരിക്കുന്നു. വലിയ കെട്ടിടങ്ങൾ തകർക്കപ്പെട്ടു, വിമാനത്താവളങ്ങൾ അഗ്നിക്കിരയായി, ബാങ്കുകൾ കൊള്ളയടിക്കപ്പെട്ടു, ജനങ്ങൾ വീടിനുള്ളിൽ കുടുങ്ങിപ്പോയി. പുറത്തിറങ്ങിയാൽ ഒന്നുകിൽ സ്നൈപ്പർമാരുടെ വെടിയുണ്ട, അല്ലെങ്കിൽ പിടിച്ചുപറി. സൈന്യവും RSFും സാധാരണക്കാരെ മനുഷ്യ കവചങ്ങളായി ഉപയോഗിക്കുന്ന അവസ്ഥ വരെ അവിടെയുണ്ട്. മാനുഷിക പ്രതിസന്ധി, പട്ടിണി ഒരായുധമാകുമ്പോൾ. സുഡാനിലെ അവസ്ഥ വിവരിക്കാൻ ദാരുണം എന്ന വാക്ക് അപര്യാപ്തമാണ്. UN റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ പട്ടിണി പ്രതിസന്ധിയാണ് അവിടെ നടക്കുന്നത്. ഇതിനെ പട്ടിണി എന്നല്ല, ക്ഷാമം എന്നു തന്നെ വിളിക്കണം. സുഡാന്റെ വിളവെടുപ്പ് കേന്ദ്രങ്ങളായ കാർഷിക ഭൂമികൾ ഇപ്പോൾ യുദ്ധക്കളങ്ങളാണ്. കൃഷിയിടങ്ങളിൽ ബോംബുകൾ വീഴുന്നു. വിതരണ ശൃംഖലകൾ പൂർണ്ണമായും തകർന്നു. ലക്ഷക്കണക്കിന് കുട്ടികളാണ് കടുത്ത പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നത്. പലയിടങ്ങളിലും ആളുകൾ മരത്തിന്റെ ഇലകളും പുല്ലും തിന്നാണ് വിശപ്പടക്കുന്നത്. ഡാർഫർ മേഖലയിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ ഓരോ മണിക്കൂറിലും കുട്ടികൾ മരിച്ചു വീഴുന്നു. ഭീകരമായ കാര്യമെന്തെന്നാൽ ഇരുവിഭാഗങ്ങളും ഭക്ഷണത്തെ ഒരായുധമായി ഉപയോഗിക്കുന്നു എന്നതാണ്. എതിരാളികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലേക്ക് ഭക്ഷണവും മരുന്നുമെത്തുന്ന സന്നദ്ധ സംഘടനകളെ ഇവർ തടയുന്നു. ഇത് മനഃപൂർവമായ ഒരു വംശഹത്യയ്ക്ക് തുല്യമാണ്. രോഗാവസ്ഥയും ആരോഗ്യരംഗത്തിന്റെ തകർച്ചയും. ഭക്ഷണമില്ലാത്ത ഒരിടത്ത് രോഗങ്ങൾ പടരുന്നത് തടയാൻ കഴിയില്ല. സുഡാനിലെ 70 മുതൽ 80% വരെ ആശുപത്രികളും ഇപ്പോൾ പ്രവർത്തനരഹിതമാണ്. ചിലത് ബോംബാക്രമണത്തിൽ തകർന്നു, ചിലത് സൈനികർ താവളങ്ങളാക്കി മാറ്റി. മരുന്നുകളുടെ കടുത്ത ക്ഷാമം നിലനിൽക്കുന്നു. കോളറ, മലേറിയ, മീസിൽസ് തുടങ്ങിയ പകർച്ചവ്യാധികൾ കാട്ടുതീ പോലെ പടരുകയാണ്. പരിക്കേറ്റവർക്ക് പ്രാഥമിക ചികിത്സ പോലും നൽകാൻ ഡോക്ടർമാരില്ല. ഗർഭിണികളും കുഞ്ഞുങ്ങളും വഴിയോരങ്ങളിൽ ചികിത്സ കിട്ടാതെ മരിക്കുന്ന കാഴ്ചകൾ സുഡാനിൽ നിത്യസംഭവമായി മാറിയിരിക്കുന്നു. പലായനം, വീടില്ലാത്ത ജനത. വീട് എന്നത് സുഡാനിലെ ജനങ്ങൾക്ക് ഇന്നൊരു സ്വപ്നം മാത്രമാണ്. ഏകദേശം 1 കോടിയിലധികം ആളുകൾ തങ്ങളുടെ വീടുകളിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ടു. ലോകത്തിലെ ഏറ്റവും വലിയ ഡിസ്പ്ലേസ്മെന്റ് ക്രൈസിസാണിത്. ഇതിൽ ഭൂരിഭാഗം പേരും രാജ്യത്തിനകത്തു തന്നെ സുരക്ഷിത ഇടങ്ങൾ തേടി അലയുകയാണ്. ലക്ഷക്കണക്കിന് ആളുകൾ അയൽ രാജ്യങ്ങളായ ചാഡ്, ദക്ഷിണ സുഡാൻ, ഈജിപ്ത് എന്നിവിടങ്ങളിലേക്ക് പലായനം ചെയ്തു. അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നവർ കൊള്ളയടിക്കപ്പെടുന്നു. സ്ത്രീകൾ ക്രൂരമായ ലൈംഗികാതിക്രമങ്ങൾക്കിരയാകുന്നു. തങ്ങളുടെ സമ്പാദ്യമെല്ലാം നഷ്ടപ്പെട്ട് വെറും കൈയോടെ മരുഭൂമിയിലൂടെ കിലോമീറ്ററുകൾ നടന്നുപോകുന്ന മനുഷ്യരുടെ ദൃശ്യങ്ങൾ ലോകമനസാക്ഷിയെ വേദനിപ്പിക്കേണ്ടതാണ്. അന്താരാഷ്ട്ര ഇടപെടലുകളും അമേരിക്കയുടെ പങ്കും.
സുഡാനിലെ പ്രശ്നം കേവലം 2 ജനറൽമാർ തമ്മിലുള്ളതല്ല. ഇതിനു പിന്നിൽ വലിയ അന്താരാഷ്ട്ര രാഷ്ട്രീയമുണ്ട്. റഷ്യയുടെ വാഗ്നർ ഗ്രൂപ്പ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഈജിപ്ത്, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങൾക്കെല്ലാം ഈ യുദ്ധത്തിൽ താൽപ്പര്യങ്ങളുണ്ട്. ചിലർ ആയുധം നൽകുമ്പോൾ ചിലർ രാഷ്ട്രീയ പിന്തുണ നൽകുന്നു. അമേരിക്കയുടെ പങ്കിവിടെ നിർണായകമാണ്. എന്നാൽ അമേരിക്കയുടെ ഇടപെടലുകൾ എത്രത്തോളം ഫലപ്രദമാണെന്നത് ചോദ്യചിഹ്നമാണ്. ബൈഡൻ ഭരണകൂടം സൗദി അറേബ്യയുമായി ചേർന്ന് ജിദ്ദയിൽ വെച്ച് നിരവധി തവണ സമാധാന ചർച്ചകൾക്ക് മുൻകൈയെടുത്തു. ജിദ്ദ പ്ലാറ്റ്ഫോം വഴി വെടിനിർത്തൽ കരാറുകൾ ഒപ്പുവെച്ചെങ്കിലും അവയൊന്നും പാലിക്കപ്പെട്ടില്ല. അമേരിക്ക യുദ്ധത്തിലേർപ്പെട്ട ജനറൽമാർക്കെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. എന്നാൽ ഈ ഉപരോധങ്ങൾ ജനറൽമാരുടെ യുദ്ധം ചെയ്യാനുള്ള ശേഷിയെ കാര്യമായി ബാധിച്ചില്ല. സുഡാൻ ആഫ്രിക്കയിലെ ഒരു പ്രധാന തന്ത്രപ്രധാന കേന്ദ്രം അഥവാ റെഡ് സീയോട് ചേർന്നുള്ള പ്രദേശമായതുകൊണ്ടുതന്നെ അവിടെ റഷ്യയോ ചൈനയോ സ്വാധീനമുറപ്പിക്കുന്നത് തടയുക എന്നതും അമേരിക്കയുടെ ലക്ഷ്യമാണ്. എങ്കിലും ഗാസയിലെയും ഉക്രൈനിലെയും പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന അമേരിക്ക സുഡാനെ വേണ്ടവിധം പരിഗണിക്കുന്നില്ല എന്ന വിമർശനം ശക്തമാണ്. സുഡാൻ എങ്ങോട്ടാണ് പോകുന്നത്? ഇതിനൊരു അവസാനമുണ്ടോ? നിലവിലെ അവസ്ഥയിൽ ഒരു സൈനിക വിജയം ഇരുപക്ഷത്തിനും അസാധ്യമാണ്. യുദ്ധം നീണ്ടുപോകുന്തോറും സുഡാൻ കൂടുതൽ കഷ്ണങ്ങളായി വിഭജിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ലിബിയയെപ്പോലെയോ യമനെപ്പോലെയോ നിയമവാഴ്ചയില്ലാത്ത പ്രാദേശിക ഗോത്രവർഗ നേതാക്കൾ ഭരിക്കുന്ന ഒരു പ്രദേശമായി സുഡാൻ മാറുമോ എന്ന ഭയത്തിലാണ് ലോകം. ഒരു പരിഹാരമുണ്ടാകണമെങ്കിൽ അന്താരാഷ്ട്ര സമൂഹം ഒരേ സ്വരത്തിൽ സമ്മർദ്ദം ചെലുത്തേണ്ടതുണ്ട്. ആയുധവിതരണം നിർത്തലാക്കുകയും ജനറൽമാരെ ചർച്ചാമേശയിലേക്ക് കൊണ്ടുവരികയും വേണം. പക്ഷേ അതിനേക്കാൾ ഉപരിയായി അടിയന്തരമായി അവിടെ വേണ്ടത് ഭക്ഷണവും മരുന്നുമാണ്. ഒരു വലിയ തലമുറ തന്നെ പട്ടിണി മൂലം ഇല്ലാതാവാൻ പോകുകയാണ്. സുഡാനിലെ ഓരോ കുട്ടിയും ചോദിക്കുന്നത് ഒന്നേയുള്ളൂ: ഞങ്ങളുടെ തെറ്റെന്താണ്? അധികാരത്തിനുവേണ്ടി ജനറൽമാർ നടത്തുന്ന ഈ ചെസ് കളിയിൽ കരുക്കളാകുന്നത് പാവം മനുഷ്യരാണ്. നൈൽ നദിക്കരയിൽ സമാധാനത്തോടെ ഉറങ്ങിയിരുന്ന ഒരു ജനത ഇന്ന് ലോകത്തിനു മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു. സുഡാനെ ലോകം മറക്കരുത്. കാരണം അവിടെ മരിക്കുന്നത് മനുഷ്യത്വം കൂടിയാണ്. സുഡാനിലെ ഇന്ത്യൻ വംശജർ. സുഡാനിലെ ഈ തീച്ചൂളയിൽ വെന്തുരുകുന്നത് അവിടെയുള്ള സാധാരണക്കാർ മാത്രമല്ല, പതിറ്റാണ്ടുകളായി സുഡാനെ തങ്ങളുടെ 2ാം ജന്മനാടായി കണ്ടിരുന്ന ആയിരക്കണക്കിന് ഇന്ത്യൻ വംശജർ കൂടിയാണ്. ഈ യുദ്ധം നമ്മുടെ രാജ്യത്തെയും നമ്മുടെ ആളുകളെയും എങ്ങനെയൊക്കെയാണ് ബാധിച്ചത് എന്നുകൂടി നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നൂറ്റാണ്ടുകൾക്കു മുൻപ് തന്നെ വ്യാപാരത്തിനായി സുഡാനിലെത്തിയവരാണ് ഭൂരിഭാഗം ഇന്ത്യക്കാരും. ഗുജറാത്തികളും മലയാളികളും ഉൾപ്പെടെയുള്ള വലിയൊരു സമൂഹം അവിടെ സജീവമായിരുന്നു. ഖാർത്തൂമിലെയും മറ്റും പ്രധാന വിപണികൾ നിയന്ത്രിച്ചിരുന്നതും വലിയ ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തിയിരുന്നതും ഇന്ത്യക്കാരായിരുന്നു. എന്നാൽ 2023 ഏപ്രിലിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഈ സമ്പാദ്യമെല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി. യുദ്ധത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ മലയാളിക്ക് നോവായി മാറിയ ഒരു വാർത്ത നാം കേട്ടു. കണ്ണൂർ സ്വദേശിയായ ആൽബർട്ട് അഗസ്റ്റിൻ എന്ന മുൻ സൈനികൻ ഖാർത്തൂമിലെ തന്റെ ഫ്ളാറ്റിന്റെ ജനാലക്കൽ നിൽക്കുമ്പോൾ വെടിയേറ്റു മരിച്ചു. യുദ്ധം എത്രത്തോളം അടുത്താണെന്നതിന്റെ ഭീതിതരമായ തെളിവായിരുന്നു അത്. ഇന്ത്യൻ പ്രവാസികൾ താമസിക്കുന്ന കെട്ടിടങ്ങൾക്ക് മുകളിലൂടെ യുദ്ധവിമാനങ്ങൾ പറന്നു. വീടുകൾക്കുള്ളിലേക്ക് വെടിയുണ്ടകൾ തുളച്ചു കയറി. ദിവസങ്ങളോളം വൈദ്യുതിയും വെള്ളവുമില്ലാതെ കയ്യിലുള്ള ഭക്ഷണം തീർന്ന് ഇന്ത്യക്കാർ ബങ്കറുകളിലും വീടിന്റെ ഉള്ളറകളിലും ഭീതിയോടെ കഴിഞ്ഞു. ഓപ്പറേഷൻ കാവേരി. സുഡാനിൽ കുടുങ്ങിയ ഏകദേശം 4000-ഓളം ഇന്ത്യക്കാരെ രക്ഷിക്കാൻ ഭാരത സർക്കാർ ആവിഷ്കരിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ കാവേരി. യുദ്ധഭൂമിയിൽ നിന്ന് സ്വന്തം പൗരന്മാരെ മാറ്റുക എന്നത് അതീവ ദുഷ്കരമായിരുന്നു. ഖാർത്തൂമിൽ നിന്ന് 800 കിലോമീറ്ററിലധികം ദൂരെയുള്ള പോർട്ട് സുഡാനിലേക്ക് ബസ്സുകളിൽ ജീവൻ പണയം വെച്ചാണ് ഇന്ത്യക്കാർക്ക് യാത്ര ചെയ്യേണ്ടി വന്നത്. വഴിയിലുടനീളം ആയുധധാരികളായ സൈനികരും കൊള്ളസംഘങ്ങളും അവരെ തടഞ്ഞു. ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകളും വ്യോമസേനയുടെ വിമാനങ്ങളും ഈ ദൗത്യത്തിൽ പങ്കാളികളായി. സൗദി അറേബ്യയുടെ സഹായത്തോടെ ജിദ്ദ വഴി ഇന്ത്യക്കാരെ നാട്ടിലെത്തിച്ചു. കർണാടകയിലെ ഹക്കി പിക്കി ഗോത്രവർഗത്തിൽപ്പെട്ടയാളുകൾ സുഡാനിലെ ഉൾഗ്രാമങ്ങളിൽ കുടുങ്ങിപ്പോയത് വലിയ ആശങ്കയുണ്ടാക്കിയിരുന്നു. അവരെയും സുരക്ഷിതമായി നാട്ടിലെത്തിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നത് വലിയൊരു വിജയമായിരുന്നു. നാട്ടിൽ തിരിച്ചെത്തിയെങ്കിലും പല ഇന്ത്യക്കാരുടെയും അവസ്ഥ അതീവ ദയനീയമാണ്. 30-40 വർഷമായി സുഡാനിൽ ബിസിനസ് ചെയ്തിരുന്നയാളുകൾക്ക് തങ്ങളുടെ കടകളും ഗോഡൌണുകളും ഫാക്ടറികളും ഉപേക്ഷിച്ചു പോരേണ്ടി വന്നു. തിരിച്ചുവരുമ്പോൾ കയ്യിൽ വെറും ഒരു ബാഗ് വസ്ത്രം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് സാമ്രാജ്യങ്ങൾ ഇന്നൊന്നുകിൽ ചാരമായി മാറി, അല്ലെങ്കിൽ കൊള്ളയടിക്കപ്പെട്ടു. പല പ്രവാസികളും ഇന്ന് കേരളത്തിലും ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലും എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ്. സുഡാനിലെ ബാങ്കുകൾ പൂട്ടിയതുകൊണ്ട് അവിടെയുള്ള സമ്പാദ്യം പിൻവലിക്കാനോ ഇങ്ങോട്ട് മാറ്റാനും അവർക്ക് സാധിക്കുന്നില്ല.
ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതെല്ലാം നഷ്ടപ്പെട്ട ഒരു വലിയ സമൂഹം നമ്മുടെ ഇടയിലുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സുഡാൻ എന്നത് ആഫ്രിക്കയിലേക്കുള്ള ഒരു പ്രധാന കവാടമായിരുന്നു. നമ്മുടെ നിക്ഷേപങ്ങളും തന്ത്രപരമായ താൽപ്പര്യങ്ങളും ആ രാജ്യത്തുണ്ട്. എന്നാൽ മനുഷ്യജീവനേക്കാൾ വലുതല്ല മറ്റൊന്നും. ഈ യുദ്ധം എന്നാണ് അവസാനിക്കുക എന്നാർക്കും പ്രവചിക്കാൻ കഴിയില്ല. ഒരു രാജ്യം വെറും ചാരമായി മാറുന്നത് നോക്കി നിൽക്കാൻ മാത്രമേ ഇപ്പോൾ ലോകത്തിന് കഴിയുന്നുള്ളൂ. നൈൽ നദിയിൽ സമാധാനം തിരികെ വരികയും പട്ടിണിയില്ലാത്ത ഭയമില്ലാത്ത ഒരു സുഡാൻ പുനർജനിക്കുകയും ചെയ്യട്ടെയെന്ന് നമുക്ക് പ്രത്യാശിക്കാം. കാരണം സുഡാൻ വീണാൽ അതൊരു രാജ്യത്തിന്റെ മാത്രം വീഴ്ചയല്ല, മറിച്ച് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ തന്നെ സുരക്ഷയെ ബാധിക്കുന്ന ഒന്നാണ്.